നാളിനി 5 ബാക്കി. ഡീലിലും ബി ടീമിലും കറങ്ങിത്തിരിഞ്ഞ പ്രചാരണകാലം അവസാനിക്കാൻ ഇനി 3 ദിവസവും. ആരാണ് മുന്നിൽ, ആർക്കാണ് മേൽക്കൈ? 100-100ലധികവും അവകാശവാദങ്ങളിൽ യാഥാർത്ഥ്യത്തിന്റെ അംശം എത്രയാണ്? കൂട്ടിയും കിഴിച്ചും മുന്നണികൾ മുന്നേറുമ്പോൾ മോദിയും രാഹുലും കേരളത്തിലുണ്ട്. ശബരിമലയിലെ മൗനം രാഹുൽ പറഞ്ഞത് കേട്ടിട്ടാണോ എന്നറിയില്ല. മോദി ഇന്ന് ഊന്നുന്നുണ്ട് ശബരിമലയിൽ. കാരായി രാജനെ SDP തെറ്റിദ്ധരിച്ചു എന്ന് AN ഷംസീർ പറയുമ്പോൾ ജയിലിലുള്ള SDP പുറത്തിറക്കാൻ ധാരണയുണ്ട് എന്ന KM ഷാജിയുടെ പ്രതികരണത്തോട് ചേർത്ത് വായിക്കുന്നവരെ കുറ്റം പറയാനാകും. അങ്ങ് തളിപ്പറമ്പിൽ പിണറായിക്കെതിരെ ആഞ്ഞടിച്ച TK ഗോവിന്ദനോട് തീക്കൊള്ളി കൊണ്ട് തലചൊറിയേണ്ടെന്ന ഭീഷണി മുഴക്കുന്നു KK രാഗേഷ്. വടക്ക് ഭീഷണി വാക്കിലൊതുങ്ങില്ല എന്നതാണല്ലോ മുൻ അനുഭവം. പേരാമ്പ്രയിലെ പോരിൽ പാർട്ടി സെക്രട്ടറിക്കും സ്ഥാനാർത്ഥിക്കും ഒരേ വാദമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനെതിരായ പരിഹാസം നീണ്ടപ്പോൾ വയനാട് ദുരിതാശ്വാസത്തിൽ പിരിച്ച പണത്തിന്റെ കണക്കുമായി സണ്ണി ജോസഫ് ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. ഭൂമി വാങ്ങിയപ്പോൾ പണം തീർന്നുവെന്ന് തുറന്നു പറഞ്ഞ പാർട്ടി അധ്യക്ഷനെതിരെ CPM ഒന്നടങ്കം രംഗത്തുണ്ട്. പക്ഷേ ഇതിനകം ആഘോഷത്തോടെ താക്കോൽ കൈമാറിയ 178 വീടുകളിൽ കയറി താമസിക്കാനായോ എന്ന ചോദ്യത്തിനും ഉത്തരം വേണ്ടതല്ലേ? പറഞ്ഞും പോരടിച്ചും പാർട്ടികൾ മുന്നേറുമ്പോൾ ആവേശം പൊടിപാറുമോ എന്നതാണ് ചോദ്യം.